ഇന്ന് കേരളത്തിൽ ഓട്ടോറിക്ഷ മീറ്ററിനോടുള്ള ബന്ധത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മീറ്റർ ഇടാത്ത ഓട്ടോറിക്ഷയുടെയൊക്കെ പുറകിൽ പൈസ വേണ്ട എന്ന് എഴുതി ഒട്ടിക്കണമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടു. പൊതുജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പം ചില ആളുകളൊക്കെ വളരെ ആഹ്ലാദഭരിതരായിട്ടാണ് പറഞ്ഞത്, അത് നല്ല കാര്യമാണല്ലേ എന്ന്. വെറുതെ ജോലി ചെയ്യാതെ നോക്കുകൂലി മാത്രം മേടിക്കുന്ന ഒരാളുടെ യൂണിഫോം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി. അതേപോലെ അത് നല്ല സംഗതിയല്ലേ എന്നാണ്. 10 പൈസയുടെ പണി എടുക്കാതെ നോക്കുകൂലി മേടിക്കുന്ന ഒരാളാണ് പറഞ്ഞത്. കാരണം അയാളുടെ യൂണിഫോമിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് നല്ല കാര്യമല്ലേ, പൈസ ഇല്ലാതെ പോകാമല്ലോ എന്ന്. എന്നാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീറ്ററിന് ഞങ്ങൾ ഓടാം. സർക്കാർ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പറഞ്ഞിരിക്കുന്നത് മിനിമം ചാർജ് കഴിഞ്ഞുള്ള ബാക്കി തുകയുടെ 50% മേടിക്കാൻ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഇതാണ്, ഇതൊന്നും പൊതുജനങ്ങളോട് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. പൊതുജനങ്ങൾ മീറ്ററിൽ കാണുന്ന കാശേ തരുള്ളൂ. അപ്പോൾ ഇന്നൊരു എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. 79 രൂപ മീറ്ററിൽ വീണു. ആൾ കയറിക്കഴിഞ്ഞ് മീറ്ററിട്ടാണ് 79 രൂപ മീറ്ററിൽ വീണു. പക്ഷേ അവർ 70 രൂപയെ തരുള്ളൂ. അവർ പറയുന്നത് ഞാൻ 70 രൂപയ്ക്കാണ് വരുന്നതെന്ന്. ഒരു സ്ത്രീയാണ്. അവർ എറണാകുളം മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോയി. മീറ്ററിൽ 79 രൂപ വീണിട്ട് 70 രൂപ അവർ തരുള്ളൂ. പിന്നെ നമ്മളെന്ത് ചെയ്യും? അവർ പറയുന്നത് ഞാൻ ഇതിനാ പോകുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷേ എല്ലാ ആളുകളും അങ്ങനെയല്ല. ഭൂരിപക്ഷ ആളുകൾ ഞാൻ നേരത്തെ വീഡിയോകളിൽ സൂചിപ്പിച്ച പോലെ ഒരു 25 രൂപ വെച്ചുള്ള പൈസ തരുന്നുണ്ട്. പക്ഷേ ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സർക്കാർ പറയുന്നതനുസരിച്ച് അതാത് സ്റ്റാൻഡുകളിൽ ഈ വണ്ടി തിരിച്ച് വരണമെങ്കിൽ 1 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയാൽ 1 കിലോമീറ്റർ ഇങ്ങോട്ട് കാലിക്ക് വരണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വഴിക്ക് ട്രിപ്പൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സ്ഥലത്തും ട്രിപ്പ് കിട്ടില്ല. കാരണം എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ അംഗീകരിക്കുന്ന കാശിന് ഓടാൻ ഓട്ടോറിക്ഷ തൊഴിലാളി തയ്യാറാണ്. പക്ഷേ ഈ മീറ്ററും മിനിമം ചാർജ് കഴിഞ്ഞുള്ള തുകയുടെ പകുതി മീറ്ററിൽ കാണിക്കാവുന്ന രീതിയിൽ മീറ്റർ സെറ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. അപ്പോൾ ആ യാത്രക്കാർക്ക് പ്രശ്നം ഉണ്ടാകില്ല. നമുക്കറിയാം, എല്ലാവരും നിയമം അനുസരിക്കാനാണ് പറയുന്നത്. ഓട്ടോറിക്ഷക്കാർ നിയമം അനുസരിക്കാൻ ബാധ്യതരാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഓട്ടോറിക്ഷയുടെ ഒപ്പം ഓടുന്ന ഓട്ടോ ടാക്സികൾ, വെള്ളിമൂങ്ങാൻ വല്ല ഓട്ടോ ടാക്സികൾ, അതിന് മീറ്റർ വേണ്ട. അവർ അപ്പ് ആൻഡ് ഡൗൺ കാശ് പറഞ്ഞ് 5 കിലോമീറ്ററിന് 10, 30, 35 രൂപ പറഞ്ഞവർ പോകുന്ന ഒരു പ്രശ്നവുമില്ല യാത്രക്കാർക്ക്. അതിന് മീറ്റർ വേണ്ട. ടാക്സി കാറുകൾക്ക് പണ്ട് മീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് മീറ്റർ വേണ്ട. അവർ പൈസ പറഞ്ഞു പോകുന്നു, യാത്രക്കാരന് പ്രശ്നമില്ല. പെട്ടി ഓട്ടോ എന്ന് വെച്ചാൽ ഗുഡ്സ് ഓട്ടോകൾ, അവർക്കും മീറ്റർ വേണ്ട. അവർ കാശ് പറഞ്ഞാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിയമം അനുസരിക്കാൻ പറയുമ്പം എല്ലാവർക്കും നിയമം പാടില്ലേ. ഒരു പ്രൈവറ്റ് ബസ്സിൽ 2 or 3 യാത്രക്കാരെയാണ് നിർത്തിക്കൊണ്ടുപോകാൻ അനുവാദമുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഏതെല്ലാം ബസ്സിലൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞ പല ബസ്സിലും പോകുന്നത്. അത് നിയമം അനുസരിച്ചാണോ? അതുപോലെ തന്നെ 4 പേര് ഓട്ടോറിക്ഷയിൽ കയറാൻ പറയുന്നത് നിയമം അനുസരിച്ചാണോ? നിയമം പറയുന്ന ആളുകൾ 3 പേര് കയറിയാൽ പോരെ? 3 പേര് കയറിയിട്ട് നിയമം പറയുകയാണെങ്കിൽ ന്യായമായ കാര്യമാണ്. 4 പേരും 3 ബാഗുമായിട്ട് കയറി കഴിയുന്നതിൽ അതിനകത്ത് എന്ത് നിയമമാണ് അനുസരിക്കുന്നത്? അവർക്ക് നിയമം അനുസരിക്കേണ്ട, ഓട്ടോറിക്ഷക്കാരെ നിയമം അനുസരിച്ചേ മതിയാവുള്ളൂ. ഇവിടെ പല നിയമങ്ങളുണ്ട്. ഗവൺമെൻറ്റുകൾ വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളുണ്ട്. ഇതിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? നമ്മൾ ഉദാഹരണത്തിന് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നു. ഏജൻ്റ് ഇല്ലാതെ നമുക്ക് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഓട്ടോറിക്ഷ 11 മാസമേ ഓടാൻ പറ്റുള്ളൂ. 1 മാസം അവൻ ടെസ്റ്റ് വർക്കിന് കയറ്റണം. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ ടെസ്റ്റ് പാസ്സാക്കുന്ന പറഞ്ഞു വിടും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് ഓടാൻ മീറ്ററിൽ ഗവൺമെൻറ് 1.5 ചാർജ് സീൽ ചെയ്ത് കൊടുക്കുക എന്നുള്ള. കോർപ്പറേഷനിലുള്ള വണ്ടിക്ക് ഇപ്പോഴുള്ള പോലെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിക്കും ഉള്ള വണ്ടിക്ക് തീർച്ചയായിട്ടും 1.5 ചാർജ് മീറ്റർ സീൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ റണ്ണിങ് കിലോമീറ്റർ 15 രൂപ പറയുന്നതുകൊണ്ട് അപ്പ് ആൻഡ് ഡൗണിനുള്ള കാശ് മീറ്ററിൽ വീണ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളാരും വിദേശത്തുനിന്നും വന്ന ആളുകളൊന്നുമല്ല. ഒരു ഉദാഹരണം നിങ്ങൾ ചിന്തിക്കാൻ, നിങ്ങളൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ
ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവർ കോടീശ്വരന്മാരായിട്ടുണ്ടോ? ഏതെങ്കിലും വർഷങ്ങളായിട്ട്, ഞാൻ 30 വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്നു, എൻ്റെ അറിവിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും ലക്ഷപ്രഭുക്കളായിട്ടില്ല. ഏതെങ്കിലും അവർ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നു, ഒരു പക്ഷേ മക്കൾ എന്തെങ്കിലും ജോലിയോ വിദേശത്ത് പോവുകയൊക്കെ ചെയ്താണ് അവരുടെ ഒരു വീട് വയ്ക്കുന്നതോ അല്ല മറ്റു കാര്യങ്ങളിൽ നിന്ന്. അന്നന്ന് അരി മേടിക്കാനുള്ളൊരു മാർഗ്ഗം മാത്രമേ ഓട്ടോറിക്ഷയ്ക്കുള്ളത്. 10 ലക്ഷത്തോളം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, 10 ലക്ഷത്തോളം കുടുംബങ്ങൾ കഴിയുന്നത് ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇത് മറ്റൊരു സംഗതി ഇവിടെയുണ്ട്. ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ഓട്ടോറിക്ഷ പോലീസുകാരെ പിടിച്ച് ഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നിർത്തിക്കളയുക എന്നുള്ളതാണ്. ഒന്നുകിൽ ഗവൺമെൻറ് ഓട്ടോറിക്ഷ നിർത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ മറ്റെന്തെങ്കിലുമൊക്കെ പണിക്ക് വയ്ക്കോളും. സെക്യൂരിറ്റി ആയിട്ടോ, ലോട്ടറി വിൽക്കാനായിട്ടോ, പച്ചക്കറി കച്ചവടമായിട്ടോ. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ അങ്ങനെ ചെയ്തില്ലേ? വയ്ക്കുള്ളൂ. ഈ പ്രസ്ഥാനമേ നിങ്ങൾ നിർത്തിക്കളാം. അല്ലെങ്കിൽ മാന്യമായിട്ട് നിയമം അനുസരിച്ച് ഓടാനുള്ള മീറ്ററിൽ ഇതൊന്ന് സീൽ ചെയ്ത് കൊടുത്താൽ എന്ത് കുഴപ്പം? മീറ്റർ സീൽ ചെയ്യാതെ മീറ്ററിൻ്റെ പകുതിയും നിങ്ങൾ എഴുതി മേടിച്ചു, യാത്രക്കാരോട് പറഞ്ഞു മേടിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഒരു യാത്രക്കാരനും തരത്തില്ല. സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യാത്രക്കാർ ഇപ്പോൾ പ്രശ്നമില്ല, അവർ പൈസ തരും. ഇത് സാധാരണ ഓട്ടോറിക്ഷ ഇവിടെ ഈ കേരളത്തിൽ നിന്ന് നിർത്തിക്കളയുക, മറ്റ് ഓൺലൈൻ ടാക്സികൾ ഇവിടെ ഓടിക്കാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ആളുകൾ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ നിങ്ങൾ പോയി ഓട്ടോറിക്ഷ കയറ്റിട്ടുണ്ടോ? തമിഴ്നാട്ടിലോ കർണാടകത്തിൽ പോയി ഒന്ന് മീറ്റർ ഇട്ടൊന്ന് ഓടിക്കാൻ പറഞ്ഞ് നടക്കില്ല. ഇവിടുന്ന് ആളുകൾക്ക് വേളാങ്കണ്ണിക്കും അതുപോലെ തന്നെ മധുരയ്ക്കും പഴനിക്കും ഒക്കെ പോകുന്നില്ലേ? അവിടെ ചെന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് നോക്കി എത്ര രൂപയാവും? കേരളത്തിലാണ് ഏറ്റവും കുറവ് പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ നടന്നിട്ടും കേരളത്തിലെ ഓട്ടോറിക്ഷക്കാരെ മാത്രം മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഉള്ള ചെറുപ്പക്കാർ +2 കഴിഞ്ഞവരൊക്കെ വിദേശത്തേക്ക് കയറി പോവുക ചെയ്യുന്നത്. ഇവിടെ PG വരെ എടുത്ത് ആളുകൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. നിങ്ങളിത് ഓട്ടോറിക്ഷ നിർത്തിക്കോ, ഞങ്ങൾ മറ്റെന്തെങ്കിലും ജോലിക്ക് പോയിക്കൊള്ളാം. കുറേ ചെറുപ്പക്കാരൊക്കെ മയക്കുമരുന്ന് കച്ചവടത്തിനോ കഞ്ചാവ് കച്ചവടത്തിനോ കൊട്ടേഷൻ പണിക്കൊക്കെ പോയിക്കോളും. ഞങ്ങളെപ്പോലുള്ള ചില പ്രായമുള്ള ആളുകൾ വല്ല സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് പോയിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ നിയമാനുസൃതം ഓടാൻ ആവശ്യമായിരിക്കുന്ന മീറ്ററിൽ പൈസ സെറ്റ് ചെയ്ത് സീൽ ചെയ്ത് തരിക. അല്ലാതെ വെറുതെ ഈ പോലീസുകാരെ ബുദ്ധിമുട്ടിക്കരുത്. അവരൊക്കെ അറിയാം, അവർ ഒരു നിവൃത്തിയില്ലഞ്ഞിട്ടാണ് പോലീസുകാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഞങ്ങളെ പിടിക്കുന്നത്. ഞങ്ങൾക്കറിയാം അവരുടെ വിഷമം, അവർ ഞങ്ങൾ തുറന്നു വരാറുണ്ട്. പക്ഷേ ഉയരങ്ങളിലിരിക്കുന്ന വലിയ ഉദ്യോഗസ്ഥന്മാർ സർക്കാർ വണ്ടിയിൽ പോയി സർക്കാരിൻ്റെ ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന ആളുകൾ ഒന്ന് പഠിക്കണം. ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നം പഠിച്ചിട്ട് നിങ്ങൾ വേണ്ടത് ചെയ്യുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്നുകിൽ ഓട്ടോറിക്ഷ കംപ്ലീറ്റ് കേരളത്തിൽ നിന്ന് നിരോധിക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ട് ഓടാവുന്ന പൈസ മീറ്ററിൽ സീൽ ചെയ്ത് തരിക. അങ്ങനെ ചെയ്തുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കാം. ഇവിടെ ഓസി പോകാനായിട്ട് കുറേ ആളുകളുണ്ട്, 10 പൈസയുടെ ജോലി ചെയ്യാതെ ശമ്പളം മേടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ ജോലി ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വണ്ടിയെടുത്ത് ഓടിച്ച് യാത്രക്കാരനെ കൊണ്ട് ഇറക്കിയിട്ടാണ് ഇവരുടെ ഭിക്ഷയല്ല ഞങ്ങൾ യാചിക്കുന്നത്. ഞങ്ങൾ ജോലി ചെയ്തതിൻ്റെ കൂലിയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട അധികാരികൾ മീറ്ററിൽ മിനിമം ചാർജും അത് കഴിഞ്ഞുള്ള തുകയുടെ 15 പകുതിയും വെച്ച് സീൽ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു.